എക്സ്പ്രസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് അറിഞ്ഞത്? ഈ വാഹനം 2021 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എങ്ങനെയാ? ഈ വാഹനം 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 94,000 കിലോമീറ്റർ വേരിയന്റ് ആണ്. 70,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണോ? ഏതാ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി? പുതിയ പേപ്പർ, 5 വർഷത്തേക്ക് മോഡൽ VXI ആണ്. 90,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. VXI വണ്ടി മോഡല് ആയിട്ടൻ മാഗ്ന വേരിയന്റ് ആണ്. 82,000 കിലോമീറ്റർ ഓടില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ വാഹനം 2018 മോഡല്, 1 ലിറ്റർ കിഡാണ്. 800 2023 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, വെറും 5,200 കിലോമീറ്റർ. നെക്സ്റ്റ് ഓഡി A4 എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഈ വാഹനം 2015 മോഡല്. ഈ വാഹനം 2010 മോഡല്, Q7, സെക്കൻഡ് ഓണർഷിപ്പ്, 1,00,000. ഡസ്റ്റർ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. ഈ വാഹനം 2016 ലാസ്റ്റ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ OLX കാർസിലാണ്. അത്യാവശ്യം നല്ല വണ്ടികൾ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകൾ, മിഡിൽ സെഗ്മെന്റ് വണ്ടികൾ, പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾ, എല്ലാത്തിനും നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. എന്നോട് റോജൻ ബ്രോയോട് വീഡിയോയോട് സ്വാഗതം. താങ്ക് യു. നമ്മുടെ വീഡിയോയുടെ കുറച്ച് ദിവസമായി, തീർച്ചയായിട്ടും ഒരു മാസത്തോളമായി. ഇപ്രാവശ്യം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ലോ ബഡ്ജറ്റ് കാറുകളുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടിയുടെ കളക്ഷൻ വരുന്നുണ്ട് ഇല്ലേ? ഓട്ടോമാറ്റിക് പ്രീമിയം ഉണ്ട്. ഓഡിയുടെ ഓഡി Q7, അതേമാതിരി A4 കിടപ്പുണ്ട്. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. ബ്രോ, ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 2011 വണ്ടി വാറണ്ടി വരുന്നുണ്ടല്ലോ? 16 ശേഷം. ഓക്കെ. ലൊക്കേഷൻ തിരുവനന്തപുരം അമരവള, നെയ്യാറ്റിങ്കര അമരവളയാണ്, താന്നിമൂട്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. അതൊരു വീഡിയോ ഹൈപ്പ് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നേരെ ബ്രദർ ഫസ്റ്റ് വാഗൺ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2011 മോഡൽ LXI വേരിയന്റ് ആണ്. 70,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളത്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണോ? ഏതാ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി? പുതിയ പേപ്പർ, 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. LXI ആണ്. പക്ഷേ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവറിന്റെ അലോയ് വീൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ ഒരു പുത്തൻ ടയർ ഉണ്ട് അല്ലേ? ഒരു 90% ടയർ ഉണ്ട്. വേറെ സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞില്ല, അതിന്റെ ക്വാളിറ്റി ഉണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും എല്ലാം ക്ലിയർ ആക്കി. തീർച്ചയായിട്ടും. അവരുടെ ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് ക്യാമറ മോഡൽ വെച്ചിട്ടുണ്ട്. സീറ്റ് ഇരിപ്പുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. സീറ്റ് കവർ ചെറിയ പൊട്ടല്ല, കുഴപ്പമില്ല. അപ്പോൾ 2011 5 വർഷം പേപ്പറുള്ള വാഗൺ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമ്മൾ 220 ആസ്കിങ്, നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം 2018 മോഡല്, 1 ലിറ്റർ കിഡാണ്. 1 ലിറ്റർ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ്, വെറും 30,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എന്റെ RXC വേരിയന്റ്. 1000 cc ആണ്. 1000 cc. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. RXC വേരിയന്റ് ടോപ്പ് എന്റെ ഉണ്ട്. ടയർ 30,000 കിലോമീറ്റർ തേയ്മാനം ഉണ്ടല്ലേ? അതെ. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ നീറ്റ് ആണോ? സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. റെനോൾട്ടിന്റെ ഒറിജിനൽ സീറ്റ് വർക്ക് കിടപ്പുണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. അതെ. അപ്പം ക്വിഡ് 1 ലിറ്റർ എങ്ങനെ പ്രൈസ് വരുന്നത്? 285 കൊടുക്കാം. 285. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. ലോണിന് ഓൾമോസ്റ്റ് നമുക്ക് മാക്സ് ഉള്ള കയറും. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? ചെറിയ നെഗോഷ്യബിൾ. ഈക്കോ എങ്ങനെയാ? ഈ വാഹനം 2011 വണ്ടി, 11 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 1,00,000 കിലോമീറ്റർ ആണ്. 5 സീറ്റ് AC ആണ്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞത് വേറെ 3 ദിവസമായുള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് 5 വർഷം പേപ്പർ ഉണ്ട്. 5 സീറ്റ് AC ആണ്. AC വർക്കിംഗ് ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് വർക്ക് ഉണ്ട്, നീറ്റ് ആയിരിക്കും. അത് ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് എല്ലാ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 230 കൊടുക്കാം. 230 ആസ്കിയാണ്. ചെറുതായിട്ട് നെഗോഷ്യബിളാണ്. അപ്പോൾ നെക്സ്റ്റ് ഓട്ടോ 800 2023 വണ്ടി, 23, സിംഗിൾ ഓണർഷിപ്പ്, വെറും 5,200 കിലോമീറ്റർ. 5,200 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ഓക്കെ. വേറെ പാരസൈറ്റ് രജിസ്ട്രേഷൻ 19 ഇതൊന്നും പറയാമല്ലോ. നീറ്റ് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും നീറ്റ് എടുപ്പുണ്ട്. ടയർ കണ്ടീഷൻ ആ ഒരു തേയ്മാനം മാത്രമേ ഉള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അങ്ങനെ ഒന്നും പറയാനില്ല. പുതിയ വണ്ടിയിൽ നിൽപ്പുണ്ട്. അതായത് വേരിയന്റ് ഏതാ ബ്രോ? LXI ആണ്. LXI ഓപ്ഷനിലാണ്. അത് AC പവർ, ഫ്രണ്ട് പവറിന്റെ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അല്ല, മറ്റേ VXI ആകുമ്പോഴത്തേക്കും മ്യൂസിക് സിസ്റ്റം വരുമല്ലോ. ആരും വ്യത്യാസം ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്കൊരു 380 കൊടുക്കാം ഫൈനൽ. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് മാക്സിമം കയറും. മാക്സിമം പ്രൊഫൈൽ കൊണ്ട് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാ? ഈ വാഹനം 2008 മോഡല്, ആയിട്ടൻ മാഗ്ന വേരിയന്റ് ആണ്. 82,000 കിലോമീറ്റർ ഓടില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയായി? സെക്കൻഡ് ഓണർഷിപ്പ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. നോക്കില്ല, അറിയാം. ചെക്ക് ചെയ്താൽ മാഗ്ന വണ്ടി കണ്ടീഷൻ ആണല്ലോ? നല്ല കണ്ടീഷനാണ്. ടയറെല്ലാം ബോഡിയൊക്കെ നീറ്റ് ആണ്. ടയർ പുത്തൻ ടയർ. അതെ. പുതിയ ടയറുണ്ട്. ബോഡിയൊക്കെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ബ്രോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണ്. സീറ്റ് ഉണ്ട്, AC പവർ, ഫോട്ടോ പവറിന്റെ എല്ലാം അത്യാവശ്യം. ഫോട്ടോ പവറിന്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ?
എ സി എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്ക്, വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഹ്യുണ്ടൈ i10 മാഗ്ന 2008 28 പേപ്പറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമ്മളിത് 1.25 പ്രതീക്ഷിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം 2008 മോഡൽ VXi ആണ്. 90,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. VXi വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണെന്ന് തോന്നുന്നു. കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഓക്കെ, ബോഡിയൊക്കെ നീറ്റാണ്, വേറെ സ്ക്രാച്ചസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. VXi ഫുൾ ഓപ്ഷൻ വണ്ടി. എയർ കണ്ടീഷൻ ആവറേജ് ആണ്, ഒരു 50% ടയർ ഉണ്ട് അല്ലേ? നല്ല വൃത്തിയും ക്വാളിറ്റി എല്ലാം ഉള്ള വണ്ടിയാണ്. AC പോസിറ്റീവ്, മറ്റു പവറിന് മിറർ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ, ഫോഗ് ലാമ്പ്, ബാക്ക് വൈപ്പർ അത്യാവശ്യം എല്ലാം ഉള്ള VXi വരുന്നുണ്ട്. VXi വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്കൊരു 1.49 റേഞ്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട്. നെക്സ്റ്റ് സാൻഡ്രോ എങ്ങനെയാ? ഈ വാഹനം 2014 മോഡലാണ്. 14 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 87,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടി നീറ്റാണ് കേട്ടോ, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ആയിട്ടുണ്ട്. എയർ കണ്ടീഷൻ ആവറേജ് ആയിട്ട്, ഫ്രണ്ട് കുറച്ച് നീറ്റാണല്ലേ? ഓക്കെ ഓക്കെ. ഇതിൽ കണ്ടി സീറ്റ് ഫാബ്രിക് ആണ്, ഇതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ടൂഡർ പോറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, 2014 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്കൊരു 1.95 കൊടുക്കാം. ഓക്കെ, വാഗനാർ ഒരു 15 റേഞ്ച് മൈലേജ് വരില്ലേ? 15 വരും. പിന്നെ നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഓരോരുത്തർ ഓട്ടിക്കുന്ന കണക്കിരിക്കും. നമ്മൾ അത്രയ്ക്ക് നല്ല പ്രശ്നം കൊടുത്തത് അത്ര മൈലേജ് കുറയും. 400 മൈലേജ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് അക്കൗണ്ട് ഒരു 1.25 to 1.5 വരെ ചെയ്യാം പറ്റും. അപ്പോൾ എക്സ്പ്രസ് എങ്ങനെ ഡീറ്റെയിൽസ് അറിഞ്ഞേ? ഈ വാഹനം 2021 ലാസ്റ്റാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 6,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ ഉള്ള ഏറ്റവും ടോപ്പ് എൻ്റെ VXi പ്ലസ് വണ്ടി. ഓക്കെ, മാനുവൽ അല്ലേ? മാനുവൽ. പുത്തൻ വണ്ടി വേറെ 6 കിലോമീറ്റർ അറിയില്ല ഇപ്പോൾ എന്താണെന്നുള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആ ഒരു 6,000 മാത്രമേ ഉള്ളൂ. ഒരു സ്ക്രാച്ച് പോലും ഇല്ലല്ലോ. ഒരു പുതിയ എടുക്കുമ്പോൾ എടുക്കാം തീർച്ചയായിട്ടും. ഒരു 6,000 കിലോമീറ്റർ എല്ലാം പക്ക. അവർ എക്സ്ട്രാ സീറ്റ് വരും, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? ഒന്നും ചെയ്യാനില്ല. അപ്പം എങ്ങനെ എക്സ്പ്രസ് പ്രൈസ്? നമുക്ക് 4.10 റേഞ്ചിന് കൊടുക്കാം. 4.10. ഇത് ഇറങ്ങുന്ന എത്രയാണ് വില? ടോപ്പിൻ്റെ ഇറങ്ങുന്ന എത്ര വില ഓൺ റോഡ്? കേട്ടില്ല. ടോപ്പിൻ്റെ പ്രൈസ് എങ്ങനെ? പുതിയതിൻ്റെ വില പുതിയതിന് 6.5 ഉണ്ട്. 4.10 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഒരു 3.45 3.80 ഫിനാൻസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് XUV എങ്ങനെയാണ്? ഈ വാഹനം 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 94,000 കിലോമീറ്റർ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നും, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ AA8 ആണ്. ഡീസൽ. ഓണർഷിപ്പ് എത്ര പറഞ്ഞേ? സെക്കൻഡ് ഓണർഷിപ്പ്. 90,000 കിലോമീറ്റർ അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, നീറ്റാണ്, വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ടോപ്പിൻ്റെ ആണ്, അലോയ്സ് വരുന്നുണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ ഓക്കെ. സാധാരണ ഈ 2012 എല്ലാം ഇത് ഈ നമ്മളെ ഹാൻഡ് ബാക്കിന് ഇതെല്ലാം ഇളവി സീറ്റൊക്കെ ഒരുമാതിരി കണ്ടത്. 90 കിലോമീറ്റർ ഇതെല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്, ഒരു കംപ്ലൈൻസ് ഇല്ല. ഓടിക്കുന്ന സൂപ്പർ. ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ നല്ല ഈ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ക്വാളിറ്റി വണ്ടി നോക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ്, 6 എയർ ബാഗ്, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടോപ്പിൻ്റെ വണ്ടി. റോജിംബ്രോ XUV ഉണ്ടായിരുന്നാണല്ലേ? അതെ. XUV ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അത്രയും നല്ല ആത്മ എന്നുള്ള വെച്ചാൽ എവിടെ വേണം നമുക്ക് കൊണ്ടുപോകുന്നതായിട്ട്. പിന്നെ ഒരു എന്താ പറയുക, നല്ല റോഡ് പ്രസൻസ് ഒരുപാട് എല്ലാം വണ്ടി ഒതുക്കി തരും. അത് കുറച്ചുകൂടി കൂടി വണ്ടി എടുത്തപ്പോൾ മാറ്റി. അപ്പോൾ ശരി, അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 4.65 റേഞ്ചിന് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു 4 ലക്ഷം രൂപ 4 ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വർഷമേ കിട്ടുള്ളൂ ഫിനാൻസ്. അതായത് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഓക്സോവാൻ വെൻഡോ. ഈ വാഹനം 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതായത് ഓട്ടോമാറ്റിക് മീൻസ് നമ്മൾ പോളോ GT വരുന്ന സെയിം ഗിയർ ബോക്സ്, DSC ഗിയർ ബോക്സ്. DSP അല്ലേ? പെർഫോമൻസ് അറിയാം, പെട്രോളിന്റെ ടർബോ വരുന്ന വാഹനം, സൂപ്പർ പെർഫോമൻസ് ആണ്. ഓക്കെ, പെർഫോമൻസ് നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞല്ലോ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 86,000 കിലോമീറ്റർ. ഇത് കണ്ടീഷൻ സീറ്റ് വർക്ക് നീറ്റാണ്. ഇമ്പോൾട്ട് സീറ്റ് വരുന്നുണ്ട്. AC എയർ ബാഗ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സിറമോൺ ഉണ്ടോന്നും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? 4,99,000. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. അതായത് DSC ഗിയർ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ? 4,99,000. ഓക്കെ, ഫിനാൻസോ? മാക്സിമം ഉള്ള ഫിനാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അർബൻ ക്രൂസർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2021 മോഡൽ, വെറും സിംഗിൾ ഓണർഷിപ്പ്, വെറും 14,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വണ്ടി. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് മൈക്രോ ഹൈബ്രിഡ് വണ്ടിയാണ്. മൈക്രോ ഹൈബ്രിഡ് ആണല്ലേ? ഓക്കെ, വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക കമ്പനി സ്റ്റൈലുള്ള പക്ക ക്വാളിറ്റി വണ്ടി. ഓക്കെ,
സീറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്ന ടച്ച് സ്ക്രീൻ, ഓട്ടോമാറ്റിക് എസി, ടി റിമോട്ട് കൺട്രോൾസ്, ഫോർഡർ പോയിന്റ്, പവർ സ്റ്റിയറിംഗ്, ഫുൾ സ്റ്റാർട്ട്, കീല സെൻറ്റർ എല്ലാം വരുന്നത് ഏറ്റവും ടോപ്പ്. പുതിയ 15 ലക്ഷം അടുപ്പിച്ച് വില വരുന്നുണ്ട്. ഓക്കെ, ഇത് AMG ആണോ വരുന്നത്? AMG. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രൈസ്? ഒരു 9 റേഞ്ചിലേക്ക് കൊടുക്കാം. 9. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് മാക്സുള്ള കയറും. റോജ് നെക്സ്റ്റ് ഓഡി A4 എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഈ വാഹനം 2015 മോഡല്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരില്ല. 93,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല, പക്ക ക്വാളിറ്റി വണ്ടി. കമ്പനി സർവീസ് തന്നെയാണ്? കമ്പനി സർവീസ് തന്നെ. ഓക്കെ, വണ്ടി നീറ്റാണോ? സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റായിട്ടുണ്ട്. ഒരു 60-70% ടയർ ഉണ്ടല്ലേ? അല്ല 80% ഉണ്ട്. അലോയ്സെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നീറ്റാണ്. സീറ്റർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫീച്ചർ റിച്ച് ആണ്, ഒന്നും പറയാനില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. എല്ലാം ഉണ്ട്. സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഒരു കംപ്ലൈൻസിൽ എല്ലാം വർക്ക് ചെയ്യാണ്. അത്യാവശ്യം നല്ല മൈലേജും വരുന്നുണ്ട്. അല്ല, ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് പേഴ്സണൽ യൂസ് എടുക്കുന്നവർ ഉപയോഗിക്കാം, പിന്നെ കല്യാണങ്ങൾക്ക് റെന്റ് എടുത്ത് ഉപയോഗിക്കാം. കാരണം മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത് വലിയ മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നില്ല. അത്യാവശ്യം അഫോർഡബിൾ ആണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്രൈസ്? ഫൈനൽ നമുക്ക് 11 ഇറക്കി കൊടുക്കാം. 11 വിത്ത് 12 ലക്ഷം വരെ ലോൺ കയറും. ഓക്കെ, ബാക്കി പൈസ കൈ കൊടുക്കാം. നെക്സ്റ്റ് ഡസ്റ്റർ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഈ വാഹനം 2016 ലാസ്റ്റ്, സിംഗിൾ ഓണർഷിപ്പ്, 1,06,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഡസ്റ്റർ ഓട്ടോമാറ്റിക്. 85 110 ആണോ വരുന്നത്? 85 ആണോ 110 ആണോ? ഉണ്ട് 110 ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ഇത് കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട്, നീറ്റ് ആയിരിക്കും. നല്ല ക്ലീൻ ഉണ്ട്. ഇന്ത്യ വരുന്നുണ്ട്. സ്റ്റീരിയോ മോഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഡസ്റ്റർ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 5,35 എടുക്കാം. 5,35 നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ് നെഗോഷ്യബിൾ. ലോണിന് 5 ലക്ഷം രൂപ ലോണൊക്കെ ചെയ്യാൻ പറ്റും. ഫിനാൻസ് എത്ര കയറും? 5 ലക്ഷം രൂപ ലോൺ കയറും. അപ്പോൾ നെക്സ്റ്റ് ഓഡി Q7 ഇതെങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ പറ? ഈ വാഹനം 2010 മോഡല്, Q7 സെക്കൻഡ് ഓണർഷിപ്പ്, 1,40,000 കിലോമീറ്റർ, നല്ല ടോപ്പ് ക്വാളിറ്റി കമ്പനി സർവീസ് എല്ലാം ഉള്ളത്. വേറെ റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നുമില്ല. A to C എല്ലാം വർക്കിംഗുമാണ്. 2010 ടെസ്റ്റ് കഴിഞ്ഞു. 5 പേപ്പറുണ്ട്. 2030 പേപ്പറുണ്ട്. 30 പേപ്പറുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പുതിയ നേരം ഒരു അടുപ്പിച്ച് വിലയുള്ള വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണല്ലോ? ഷോറൂം സർവീസാണ്. ഓക്കെ, വണ്ടി നീറ്റാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. 7 സീറ്റാണ്. ഡ്യുവൽ പനോറമിക് സൺറൂഫ്. ഫ്രണ്ടിലെ ബാക്കിൽ സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ സൺറൂഫ് വരുന്നുണ്ടല്ലേ? ഓക്കെ, വണ്ടി പിന്നെ ഇതാണ് ഹൈറ്റ് പൊക്കാൻ താക്കാനൊക്കെ പറ്റും. അത്യാവശ്യം ഫീച്ചേഴ്സ് അറിയാലോ. അത്യാവശ്യം ഓഡി Q7 ആണ്. അപ്പം അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും വണ്ടി എടുക്കുള്ളൂ. തീർച്ചയായിട്ടും അത്രയും മെയിൻ്റെനൻസ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് എങ്ങനെ? അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 10 രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ ഇറങ്ങി 1 കോടിയുടെ മേലെ വില. 1 കോടി സാധനം 10 രൂപ. ഓക്കെ, ഫിനാൻസ് കയറുമോ? ഫിനാൻസ് കയറില്ല. റോജ് വീട് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. അത്യാവശ്യം വണ്ടി കൂടെ കാണിച്ചിട്ടുണ്ട്. വേറെ പഴയ സ്റ്റോക്ക് ഒരുപാട് കിടപ്പുണ്ടല്ലോ വണ്ടികൾ? എല്ലാ വണ്ടിയും നമ്മൾ കാണിച്ചിട്ടില്ല. ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായിട്ടും.